നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ലഹരി മരുന്നുകളുടെ വ്യാപനവും അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് കടുത്ത ഭീതിയും ആശങ്കയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിയമസമാധാന പ്രശ്നം എന്നതിലുപരി നമ്മുടെ കുടുംബങ്ങളെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും സാമൂഹിക സുരക്ഷയെയും വെല്ലുവിളിച്ച് അതിഗുരുതര പ്രതിസന്ധിയാണ് ലഹരിയുടെ വ്യാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിരുദ്ധ നീക്കം അതീവ പ്രാധാന്യമർഹിക്കുന്നത്. സംസ്ഥാനത്തെ കൊള്ളപ്പലിശക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. അക്കാലത്ത് ഓപ്പറേഷൻ കുബേരയിലൂടെ ജീവിതം തിരിച്ചു കിട്ടിയത് വട്ടിപ്പലിശക്കാരുടെ ഭീഷണിക്കും ക്രൂരതയ്ക്കും ഇരയായ ഒട്ടനവധി പേർക്കായിരുന്നു. രണ്ടാമതും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തല മറ്റൊരു തൂഫാന് തുടക്കമിട്ടത് കേവലം കയ്യടികൾക്ക് വേണ്ടിയല്ലെന്ന് ഉറപ്പ്. പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും കടുത്ത ലഹരി വിരുദ്ധ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കേരളത്തെ ഒരു ലഹരിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ ഇടപെടൽ ഈ വകുപ്പിലിരുന്ന് അദ്ദേഹത്തിന് ചെയ്യാനില്ലായിരുന്നുവെന്ന് വരും തലമുറ അടയാളപ്പെടുത്തും. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്ന ദിനം തന്നെ പദ്ധതിക്ക് തുടക്കമിടുന്നത് യാദൃശ്ചികമല്ല. കുട്ടികളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇന്ന് ലഹരി മാഫിയയുടെ പ്രധാന നീക്കങ്ങൾ. കൗതുകം, കൂട്ടുകാരുടെ സമ്മർദ്ദം, ഡിജിറ്റൽ സ്വാധീനം, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയുടെ മറവിൽ വിദ്യാർത്ഥികളെ ലഹരിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ശൃംഖലകൾ അതീവ സംഘടിതമായി പ്രവർത്തിക്കുന്നുവെന്നത് സമീപകാല കേസുകൾ തെളിയിക്കുന്നുണ്ട്. ഒരു തലമുറയുടെ മാനസിക ശാരീരിക ആരോഗ്യം തകർക്കുന്ന ഈ ഭീഷണിക്കെതിരെ ശക്തമായ സർക്കാർ ഇടപെടൽ അനിവാര്യമായിരുന്നു. ആ ആവശ്യത്തിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് കരുതാം. കുറച്ചു വർഷങ്ങളായി കേരളം നേരിടുന്ന ലഹരി പ്രശ്നത്തിന്റെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് കഞ്ചാവോ പുകയിലയോ ആയിരുന്നുവെങ്കിൽ ഇന്ന് MDMA, LSD പോലുള്ള സിന്തറ്റിക് ലഹരികളാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. ചെറിയ സ്റ്റിക്കറുകളായും കൂൾ രൂപത്തിലും പൊടിയും ഗുളികയുമൊക്കെയായി എത്തുന്ന ലഹരി വസ്തുക്കൾ രക്ഷിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ പ്രയാസമാണ്. സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും മറവിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സമൂഹത്തിന്റെ കണ്ണുകൾ വെട്ടിച്ചു പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമ്പരാഗത റെയ്ഡുകളും പരിശോധനകളും മാത്രമല്ല, സാങ്കേതിക വിദ്യയും അന്തർ സംസ്ഥാന ഏകോപനവും ഉൾപ്പെടുന്ന സമഗ്ര നീക്കവുമാണ് ഇനി ഇതിന്റെ വേട്ടയ്ക്ക് വേണ്ടിവരിക. ആ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുമായി ഏകോപനം ശക്തമാക്കുമെന്നും സിന്തറ്റിക് ഹൈബ്രിഡ് ലഹരികളുടെ ഉറവിടം കണ്ടെത്തുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് സ്വാഗതാർഹമാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം പിന്തുടരുന്നതല്ല, അതിന്റെ സാമ്പത്തിക ഡിജിറ്റൽ ശൃംഖല തകർക്കുകയാണ് യഥാർത്ഥ വെല്ലുവിളി. വിതരണ കേന്ദ്രങ്ങൾ, ഓൺലൈൻ ഇടപാടുകൾ, സ്കൂൾ പരിസരങ്ങളിലെ ചെറുകിട കണ്ണികൾ, 5 സ്റ്റാർ പാർട്ടികൾ തുടങ്ങി എല്ലാ തലത്തിലും നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. വലിയ മത്സ്യങ്ങളെ തൊടാതെ ചെറിയ ഉപഭോക്താക്കളെ മാത്രം പിടികൂടുന്ന സമീപനം ഫലപ്രദമാകില്ലെന്നതിന്റെ സാക്ഷ്യമായി മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മുൻ LDF സർക്കാർ ലഹരി മാഫിയകളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ദി ഹണ്ട് നടപ്പാക്കിയെങ്കിലും ലഹരി കണ്ണികൾ അറുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതേസമയം ലഹരിക്കെതിരായ പോരാട്ടം പോലീസ് നടപടികളിൽ മാത്രം ഒതുങ്ങരുത്. ലഹരിയുടെ ഇരകളാകുന്ന കുട്ടികളെ കുറ്റവാളികളായി മാത്രം കാണാതെ ചികിത്സയും കൗൺസിലിംഗും പുനരധിവാസവും നൽകേണ്ട മനുഷ്യരായി കാണണം. ഡി അഡിക്ഷൻ സെന്ററുകളുടെ എണ്ണം കൂട്ടുകയും സ്കൂളുകളിൽ മാനസികാരോഗ്യ കൗൺസിലിംഗ് ശക്തിപ്പെടുത്തുകയും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുകയും വേണം. ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന കുടുംബ സാമൂഹിക ഘടകങ്ങളെയും ഗൗരവത്തിലെടുക്കണം. പോലീസ് സ്റ്റേഷനുകളെ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും പരാതികൾ സഹാനുഭൂതിയോടെ കേൾക്കുന്ന സംവിധാനമൊരുക്കുമെന്നും ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ജനവിശ്വാസം നേടിയ പോലീസിനെ സമൂഹത്തിന്റെ സഹകരണം നേടാനാകൂ. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തവും അനിവാര്യമാണ്. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാം ജാഗ്രതയുടെ കണ്ണുകളാകണം. സംശയാസ്പദമായ ഇടപാടുകൾ കണ്ടാൽ ആരും മിണ്ടാതിരിക്കരുത്. മുമ്പും ലഹരി വിരുദ്ധ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പലതും റെയ്ഡുകളിലും വാർത്താ തലക്കെട്ടുകളിലും ഒതുങ്ങി. ഓപ്പറേഷൻ തൂഫാൻ ആവിധമാകരുത്. സ്ഥിരതയുള്ള നിരീക്ഷണവും കർശന നടപടികളും ശാസ്ത്രീയ അന്വേഷണവും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായ പോലീസ് പ്രവർത്തനവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഓരോ മണ്ഡലത്തിലെയും ജനപ്രതിനിധികൾ അന്നാട്ടുകാരോട് തുറന്നു പറയണം, ലഹരി കേസുമായി ഇങ്ങോട്ട് വരരുത് എന്ന്. ലഹരി കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവനും, അതുവഴി രാജ്യത്തെ തന്നെയും തകർക്കുന്ന വിഷമാണ്. കുട്ടികളുടെ കണ്ണിലെ സ്വപ്നങ്ങളും യുവതലമുറയുടെ ഭാവിയും കവർന്നു
നടന്നെടുക്കുന്ന ഈ ദുരന്തത്തിനെതിരായി സമൂഹം ഒന്നിച്ചു നിൽക്കണം. ജൂൺ 1 മുതൽ അത്തരമൊരു യുദ്ധത്തിന് ഒരുങ്ങാനാണ് ആഭ്യന്തരമന്ത്രി കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് കൂടെ നിൽക്കാം. നമ്മുടെ കുട്ടികളെ, കുടുംബത്തെ, രാജ്യത്തെ, നമ്മളെ തന്നെയും ഓർത്ത്. ശത്രു ചില്ലറക്കാരനല്ല. പണം, കൈക്കരുത്ത്, ബുദ്ധി, കുതന്ത്രം, സ്വാധീനം എല്ലാം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വശമുള്ളവനാണ്. തിരിഞ്ഞു നോക്കാതെ സർക്കാർ മുമ്പോട്ട് പോകണം. അടിയുറച്ചു പിന്നിലുണ്ട് നന്മ നിറഞ്ഞ കേരളീയ സമൂഹം.